നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനം കേരളക്കരയെ ആകെ ഉലച്ചതാണ്. ജസ്നയുടെ തിരോധാനം നടന്നിട്ട് വർഷം 6 ആകുന്നു. ഇനിയും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഏറ്റവും ഒടുവിൽ ജസ്നയുടെ തിരോധാനം അന്വേഷിച്ച CBI സംഘം തന്നെ കേസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ കോടതിയിൽ നൽകി. ജസ്നയുടെ പിതാവ് ജെയിംസ് ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് ജസ്ന വിഷയം വീണ്ടും പൊതുസമൂഹത്തിലേറെ ചർച്ചയായത്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജസ്നയ്ക്ക് അപകടം സംഭവിച്ചു. അതിന് പിന്നിൽ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, കാമുകനുണ്ടായിരുന്നു. ആ വിഷയത്തിലേക്കൊന്നും അന്വേഷണം വ്യാപിച്ചിട്ടില്ല. CBI സംഘം സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകളടക്കം നൽകാൻ തയ്യാറാണ്. കേസിൽ CBI സംഘം ശാസ്ത്രീയമായ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. 6 വർഷം മുമ്പാണ് കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാകുന്നത്. ജസ്ന മറിയ ജെയിംസ് ജീവിച്ചിരിപ്പില്ലെന്നാണ് പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അജ്ഞാത സുഹൃത്ത് ആണ് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലെ പ്രധാന കണ്ണിയെന്നും പിതാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജസ്നയുമായി രഹസ്യ അടുപ്പം സ്ഥാപിച്ചിരുന്ന ഇയാളെക്കുറിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ തനിക്കുണ്ട്. പോലീസ് അന്വേഷണം, CBI അന്വേഷണം ഇയാൾക്ക് പിന്നിലുണ്ടെന്ന് തെളിഞ്ഞാൽ മറ്റു തെളിവുകൾ ഇയാൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ CBI സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ താൻ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ജെയിംസ് കോടതി അറിയിച്ചു. തുടർന്ന് CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ മാസം 19-ന് നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ജസ്ന എല്ലാ വ്യാഴാഴ്ചയും രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. കാണാതായതും ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അതേക്കുറിച്ച് ഒരു അന്വേഷണവും CBI സംഘം നടത്തിയിട്ടില്ല. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ഇടയാക്കും. CBI ആകെ അന്വേഷിച്ചത് ജസ്നയുടെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. ആ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കി. അതിൽ കവിഞ്ഞ് ഒരു അന്വേഷണവും CBI സംഘം നടത്തിയിട്ടില്ല. ജസ്നയെ കാണാതായതിന്റെ തലേ ദിവസമുണ്ടായ അമിത രക്തസ്രാവം എങ്ങനെ ഉണ്ടായതാണ്? മാസമുറ മൂലമാണോ അതോ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവമാണോ? ഇത് സംബന്ധിച്ച് കൃത്യമായി പരിശോധന നടത്തിയില്ല. ജസ്നയെ കാണാതായതിനു ശേഷം ജസ്നയുടെ മുറിയിൽ നിന്ന് ലഭിച്ച രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ച് CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തി എന്നുള്ളത് പോലും അറിയില്ല. ഇതേക്കുറിച്ച് താൻ പലതവണ CBI സംഘത്തോട് പറഞ്ഞിട്ടും അവർ അത് ഗൗരവത്തിലെടുത്തില്ലെന്നും ജസ്നയുടെ പിതാവ് വ്യക്തമാക്കുന്നു. എന്നാൽ ജസ്നയുടെ പിതാവ് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തിയെന്നാണ് CBIയുടെ മറുപടി. തുടരന്വേഷണം ആവശ്യമില്ലെന്നും CBI കോടതിയെ അറിയിച്ചു. എന്നാൽ പിതാവിൻ്റെ ആരോപണങ്ങൾക്ക് CBI സംഘത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് മറുപടി നൽകുമെന്നാണ് CBI പ്രോസിക്യൂട്ടർ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 19-ാം തീയതി നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്. പത്തനംതിട്ട മുക്കോട്ടുതറ കല്ലുമൂലയിലെ വീട്ടിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട ജസ്ന ഓട്ടോയിൽ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. തുടർന്ന് അവിടെ നിന്ന് ശിവഗംഗ എന്ന ബസ്സിൽ മുണ്ടക്കയത്തേക്ക് തിരിച്ചു. പുളിക്കുന്ന് വരെ ഇതേ ബസ്സിൽ ജസ്ന ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ ജസ്നയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളതുമാണ്. പുളിങ്കുന്നത്തിനും മുണ്ടക്കയത്തിനിടയിലാണ് ജസ്നയെ കാണാതാകുന്നത്. ജസ്നയെ കാണാതായതിനു ശേഷം വീട്ടുകാർ പരാതി നൽകി. പരാതിയിന്മേൽ കേരള പോലീസ് അന്വേഷിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി. ക്രൈംബ്രാഞ്ച് മാസങ്ങളും വർഷങ്ങളും അന്വേഷിച്ചിട്ടും ജസ്നയെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരമുണ്ടായില്ല. പിന്നീടാണ് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. CBI ഒടുവിൽ ജസ്നയെക്കുറിച്ച് ഒരു വിവരമില്ലെന്നും ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നുമുള്ള മുടന്തൻ ന്യായങ്ങൾ നിരത്തിയാണ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. ഈ സമയത്താണ് ജസ്നയുടെ പിതാവ് തന്നെ അതിഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. CBI സംഘം കൃത്യമായ അന്വേഷണം ഈ കേസിൽ നടത്തിയിട്ടില്ല. CBI സംഘത്തിന് നൽകാൻ തൻ്റെ പക്കൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. അജ്ഞാത സുഹൃത്തുമായി ജസ്ന പ്രണയത്തിലായിരുന്നു. ഈ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ജസ്ന ഗർഭിണിയായിരുന്നോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. തുടങ്ങിയ ഏറ്റവും ഗുരുതരമായ ചില വിഷയങ്ങളാണ് ജസ്നയുടെ പിതാവ് തന്നെ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. നേരത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി
അദ്ദേഹം ജസ്നയെ കണ്ടെത്തി എന്നുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷവും ഇത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തി. ജസ്നയെ കണ്ടെത്തിയെന്നും ജസ്ന എവിടെയുണ്ടെന്ന് അന്ന് അറിയാമായിരുന്നുവെന്നും എന്നാൽ അത് പുറത്തു പറയാത്തത് ജസ്നയുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നുമുള്ള വിവരങ്ങൾ അന്ന് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ജസ്ന മതം മാറി എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ജസ്നയെ ഒരു സുഹൃത്ത് മതം മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ചില അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ച് ഊഹാപോഹങ്ങളും കഥകളും നിരവധി വന്നതാണ്. ഏറ്റവും ഒടുവിലായി അന്വേഷണ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത് പ്രകാരം ഹൈദരാബാദിലെ ചില കേന്ദ്രങ്ങളിൽ ജസ്ന ഉണ്ടെന്നും അവിടെ വിവാഹിതയാണെന്നും കുട്ടികളുണ്ടെന്നും മതം മാറ്റപ്പെട്ട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവെന്നുമുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും സംബന്ധിച്ച് ഒരു കൃത്യത ഉണ്ടായില്ല. ടോമിൻ തച്ചങ്കരി പറഞ്ഞത് പ്രകാരം ശരിയാണെങ്കിൽ ജസ്നയെ കണ്ടെത്താൻ ജസ്ന ഉള്ള ഒരിടം കൃത്യമായി മനസ്സിലാക്കി അവിടേക്ക് എത്തിയപ്പോൾ അതിന് തൊട്ട് മുമ്പ് ജസ്നയും സംഘവും അവിടെ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് വേണമെങ്കിൽ ജസ്നയെ പിന്തുടർന്ന് പിടികൂടാമായിരുന്നു. എന്നാൽ ജസ്നയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജസ്നയുടെ ജീവന് അപകടമുണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ ഉള്ളതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘം അന്ന് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു ടോമിൻ ജെ തച്ചങ്കരി അന്ന് വെളിപ്പെടുത്തിയത്. എന്തായാലും ജസ്നയുടെ തിരോധാനം വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച നിർണായകമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് പിതാവ് തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. താൻ ഉന്നയിച്ച പല സംശയങ്ങളെക്കുറിച്ചും CBI സംഘം അന്വേഷിച്ചിട്ടില്ല. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അയാളെ കണ്ടെത്താൻ ഈ ഡിജിറ്റൽ തെളിവുകൾ ഉപകരിക്കും. എന്നിട്ടും ആ ഡിജിറ്റൽ തെളിവുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ CBI സംഘം തയ്യാറായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ജസ്നയുടെ പിതാവ് തന്നെ ഉന്നയിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജസ്നയുടെ പിതാവ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ജസ്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ജസ്ന കൊല്ലപ്പെട്ടതാണോ, ഏത് തരത്തിൽ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കണം. എന്തായാലും കേരള പോലീസിന് ഒരിക്കലും അഴിക്കാൻ കഴിയാത്ത ഒരു കുഴുക്കായി ജസ്നയുടെ തിരോധാനം മാറി. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും സുപ്രധാന അന്വേഷണ ഏജൻസിയായ CBIക്ക് പോലും ആ കുരുക്കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്ന എന്ന പെൺകുട്ടി 6 വർഷങ്ങൾക്ക് മുൻപ് കാണാതായി. ഏത് മറയത്താണ് നിൽക്കുന്നത്? ജസ്നയ്ക്ക് എന്തു സംഭവിച്ചു? ജസ്ന മരണപ്പെട്ടോ? ജസ്നയെ മതം മാറ്റിയോ? ജസ്നയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ജസ്നയ്ക്ക് എന്ത് അപകടമാണ് സംഭവിച്ചത്? ഇതേക്കുറിച്ചറിയാൻ മലയാളിക്ക് ആകാംക്ഷയുണ്ട്. മലയാളിയുടെ ഉള്ളിൽ എന്നും ഒരു നൊമ്പരമായിട്ടാണ് ജസ്ന അവശേഷിക്കുന്നത്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള അവകാശം മലയാളിക്കുണ്ട്. അത് പുറത്തു വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.